മോദി ട്രംപ് കൂടിക്കാഴ്ച നേട്ടമാണോ? അമേരിക്കയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം. ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെരുപ്പ് നക്കിയവർ ബ്രിട്ടനെതിരെയായിരുന്നെങ്കിൽ ഇന്ന് US-ന്റെ ചെരുപ്പ് നക്കികളായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റു വിഷയങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അതുകൂടി പറയാം. ഒരു നിമിഷം ശ്രീ രാജീവ് പി നായർ, ശ്രീ KVS ഹരിദാസിന്റെ മറുപടി കൂടി. ശ്രീ ഹരിദാസ്, അല്ല, ഈ കോൺഗ്രസ്സുകാരോട് ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇത്ര അന്തസ്സായിട്ടാണ് തരൂർ ഈ അമേരിക്കൻ വിസിറ്റിനോട് പ്രതികരിച്ചത്. മോഡിയുടെ വിസിറ്റിൻ്റെ മാഹാത്മ്യം എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. അല്ല, അതിലേക്ക് നമുക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ഈ വിഷയത്തിലുള്ള മറുപടിക്ക് ശേഷം മോഡി നിലപാട് വ്യക്തമാക്കിയില്ലേ അവിടെ? അത് ലോകത്തിൻ്റെ നിലപാടല്ലേ, ഇന്ത്യയുടെ നിലപാടല്ലേ? ഇന്ത്യയിൽ വന്നിട്ടുള്ള റോഹിംഗ്യൻസിനെയും ബംഗ്ലാദേശികളെയും നമ്മൾ എങ്ങനെയാ കാണുന്നേ? അങ്ങനെ പറയരുത്. വിദേശത്ത് നിന്ന് ഇല്ലീഗലായിട്ട് വന്ന് ഇവിടെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. അവരിവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുന്നുണ്ട് പല ഭാഗത്തും. അവരെ നമ്മൾ ഡീൽ ചെയ്യുന്നില്ലേ? ഇവിടെ അമേരിക്കയുടെ സിസ്റ്റം അനുസരിച്ച് ചെയ്യുന്നു. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അവരെ ചങ്ങലക്കിട്ടു, വിലങ്ങ് വെച്ചു, ഇത്തരം ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ കാര്യം നരേന്ദ്രമോദി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാകും, ഉറപ്പാണ്. പരസ്യമായിട്ട് പറയേണ്ട കാര്യമാണത്. അതിലെന്തോ ഒരു തർക്കം ശ്രീ രാജുവിനുണ്ട്. ശ്രീ രാജു, ബഹുമാന്യ ശ്രീ KVS, അങ്ങ് ബംഗ്ലാദേശി ഉൾപ്പെടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര ബംഗാളി ഇമിഗ്രൻസിനെ നമ്മുടെ സൈനിക വിഭാഗത്തിൽ കൈവിലങ്ങും കാൽച്ചലങ്ങും കെട്ടി പറഞ്ഞയച്ചിട്ടുള്ളതെന്ന് അങ്ങക്കൊന്ന് പറയാമോ? അതിനൊന്നും ഇല്ലേ. എത്ര പേരെ കൈവിലങ്ങ് കെട്ടി കാലിൽ ചങ്ങലയിട്ട് സൈനിക വിമാനത്തിൽ നമ്മൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്? അങ്ങൊന്ന് പറയണം. ഓരോ രാജ്യങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് രാജു. നമ്മളൊരു മോഷ്ടാവിനെ കൈവിലങ്ങ് വെച്ച് ജയിലിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? കോടതി കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ ഓരോ വിഷയങ്ങളോടും ഇന്ത്യ എടുക്കുന്ന നിലപാടല്ല അമേരിക്കക്കുള്ളത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അല്ല. ഇപ്പോ അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, മൻമോഹൻ സിംഗ് അല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ ഒരു ഗ്രാഹ്യമില്ലാത്ത രാഹുൽ ഗാന്ധിയുമല്ല, നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് ഇന്ന് ലോകത്ത് കിട്ടുന്ന അംഗീകാരത്തെക്കുറിച്ച് നമുക്കും ഇന്ത്യക്കാർക്ക് പൊതുവെ ബോധ്യമുണ്ട്. അത് അമേരിക്കയിൽ ഇറങ്ങിയ നരേന്ദ്രമോദിക്ക് കിട്ടിയപ്പോൾ ലോകം ബോധ്യപ്പെട്ടതാണ്. അമേരിക്കയുടെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഷാക്കിളിങ്ങിൻ്റെ കാര്യത്തിൽ, ഈ വിലങ്ങിടുന്നതിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ നിയമങ്ങളെക്കാളും വളരെ കർശനമാണ്. അവിടെ ഒരു നോർമൽ പോലീസ് ഇൻ്റർവെൻഷൻ, ചിലപ്പോൾ ഒരു ട്രാഫിക് സ്റ്റോപ്പ് പോലും ഇമീഡിയറ്റ്ലി ആ പോലീസുകാരനെ തോന്നുകയാണ് നിങ്ങളെ വിലങ്ങ് വയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിലങ്ങ് വയ്ക്കപ്പെടും. ഇന്ത്യയിൽ പക്ഷേ അതേസമയം വിലങ്ങ് വയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒത്തിരി കേസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒക്കെ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കയിലെ പോലീസ് എൻഫോഴ്സ്മെൻറ്റ് ഇൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഒരാളിനെ, ഒരു സസ്പെക്റ്റിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയെക്കാൾ വളരെ ഹാർഷാണ്. എനിവേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ തകർക്കത്ത രീതിയിലുള്ള ഒരു ഘടകമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 100% ഞാൻ യോജിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഈ അമേരിക്കൻ യാത്ര പരാജയമാണെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത്? ശ്രീ രാജു, ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KP ഫാബിയൻ അതിലെ നേട്ടങ്ങളും ചില അവ്യക്തതകളും ചൂണ്ടിക്കാണിച്ചു. ശ്രീ വർഗീസ് ജോർജ് പൊതുവെ മെച്ചപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി നിരീക്ഷിക്കുകയും ചെയ്തു. വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റിനെ മറ്റൊരു രാജ്യത്ത് വെക്കണമെന്നാണ് ബോധമുള്ള ഒരു രാജ്യവും പറയില്ല. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പക്ഷെ അത് ആ മ്യാൻമറിന്റെ കാര്യത്തിൽ നമ്മുടെ അവിടുത്തെ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി നമ്മൾ ബോർഡർ കടന്നു എന്നൊരു ഓപ്പറേഷൻ, ഒരു കവേർട്ട് ഓപ്പറേഷൻ നമ്മൾ നടത്തിയിരുന്നു. അന്നത്തെ മന്ത്രിയായിരുന്ന വിദേശകാര്യമന്ത്രി അതിനെ സംബന്ധിച്ച് പുരപ്പുറത്ത് കയറി ഞങ്ങൾ അവരുടെ അതിർത്തിക്കകത്ത് കൊന്നു എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മ്യാൻമർ ഒരു പക്ഷേ ചൈനയുടെ സ്വാധീനത്തിൽ പോകില്ലായിരുന്നു. അതുകൊണ്ട് ദയവേത് നിങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്നും നടന്ന കാര്യങ്ങൾ പലപ്പോഴും നടന്നിട്ടില്ല എന്ന് പറയുന്നത് കൂടി വിദേശകാര്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ട്രേഡ് വാർ കിടക്കുന്ന സമയത്ത് ഇന്ത്യയെ സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് അംഗീകരിക്കുന്ന ഒന്നും ഉണ്ടായില്ല. പകരം എന്ത് ചെയ്തു? അവർ ഫൈറ്റർ വിമാനം വിറ്റു. അതിനൊന്നും ഇല്ലേ.
എന്നെ സംബന്ധിച്ചോളം, എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചോളം പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ, ജോയിന്റ് ഡിക്ലറേഷൻ ഉൾപ്പെടെയുണ്ടല്ലോ, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇന്ത്യയുടെ ബോർഡറിൽ, ഭൂട്ടാൻ ബോർഡറിൽ ചൈന വെടി ഉയർത്താൻ നിൽക്കുന്ന സമയത്ത് തലയിൽ മുണ്ടിട്ട് ചൈനീസ് എംബസി പോയ മഹാനാണ് ഇദ്ദേഹം. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. അവരുടെയൊക്കെ ചൈന പ്രേമവും പണ്ട് ചൈനയുമായിട്ടുണ്ടാക്കിയ MOUയും ഒക്കെ രാജ്യം കണ്ടതാണ്, ലോകം കണ്ടതാ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് അമേരിക്കക്കാർ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് നമ്മൾ, അങ്ങനെ മാഗ പ്ലസ് മിഗ ഈക്വൽസ് മെഗ എന്നൊക്കെയാണ് ഇന്ന് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചത്. ഇതിൻ്റെ അകത്ത് ഇത്തരം ഹൈ ലെവൽ വിസിറ്റ്സ് കൊണ്ട്, അൺലെസ് ഇപ്പം ഇന്ത്യ കാർഗിൽ വാർ നടന്ന സമയത്ത് വാജ്പേയി നടത്തിയ അമേരിക്കൻ സന്ദർശനം പോലെ ആ രീതിയിൽ ഒരു ഇമ്മീഡിയറ്റ് റിസോൾവ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു 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 രീതിയിലുള്ള ഇഷ്യൂസും ഇവിടെയില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഘടനാപരമായ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് തന്നെ, ഒരു പക്ഷെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ് അതൊരു ഒരു ഒരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ അകത്തുണ്ടാകുന്നത്. ആ ഒരു ഘടനാപരമായ ചില അടിസ്ഥാന ഒരു ട്രാജക്ടറി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിസിറ്റിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഒരു 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 ഇപ്പോക്ക് മേക്കിംഗ് അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടേൺ അറൗണ്ടിനോ ഉള്ള പ്രത്യേകിച്ചൊരു സാധ്യതയോ ആ രീതിയിൽ ഉള്ള ഒരു ലക്ഷ്യമോ ഇതിനകത്തുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, പുതുതായി വന്ന ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യയും തമ്മിൽ ഉണ്ടായേക്കാവുന്നുള്ള പല അസ്വാരസ്യങ്ങൾക്കും, അസ്വാരസ്യങ്ങൾ പലതും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി വ്യക്തമായ ചില ധാരണകളും ഒരു പേഴ്സണൽ ലെവലിലുള്ള ചില ഇക്വേഷൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ഒബ്ജക്റ്റീവ്സ് ഈ വിസിറ്റിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒബ്ജക്റ്റീവ്സ് തന്നെ വളരെ വളരെ സാങ്കത്യമുള്ള, പ്രാധാന്യം അർഹിക്കുന്ന ഒബ്ജക്റ്റീവ്സാണ്. അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രസിഡൻറ്റ് ട്രംപും പ്രൈം മിനിസ്റ്റർ മോദിയും തമ്മിൽ നടത്തിയ ഈ ഡിക്ലറേഷൻ, ഇൻക്ലൂഡിങ് ഈ പറയുന്ന വളരെ ക്യാച്ചി ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ ഉണ്ടാക്കി ആ രീതിയിൽ ഒരു പക്ഷെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യവും. ആ ലക്ഷ്യം നേടുന്നതിൽ ഇന്ത്യ വളരെ ഭംഗിയായി തന്നെ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശകലനം. 100% ഞാൻ യോജിക്കുന്നു. ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യ ഈ പറയുന്ന ഒരു തുടക്കം, ഈ ഒരു വിസിറ്റ് വിജയകരമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോകുന്നു. ബൈ.